സീതാദേവി. സീതാദേവി എന്ന് പറയുമ്പോൾ രാമായണത്തിൽ ശ്രീരാമനോളം പ്രാധാന്യം ആർക്കുണ്ട്? സീതാദേവിക്കുണ്ട്. ശ്രീരാമനോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സീതാദേവിക്ക്. അപ്പോൾ സീതാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാതിവൃത്യമെന്ന് പറഞ്ഞാൽ ആരാണ്? സീതാദേവിയാണ്. പഞ്ചമഹാരത്നങ്ങൾ എന്നറിയപ്പെടുന്ന സ്ത്രീരത്നങ്ങളിൽ ആരുൾപ്പെടുന്നുണ്ട്? സീതാദേവി ഉൾപ്പെടുന്നുണ്ട്. പഞ്ചമഹാരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ശ്രീരത്നങ്ങളിൽ പെട്ട ഒരു സ്ത്രീരത്നമാണ് ആര്? സീതാദേവി. സീതാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സഹനത്തിൻ്റെയും മൂർത്തിബദ്ധാവമായിരുന്നു സീതാദേവി. അതുപോലെ തന്നെ സീതാദേവി എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സീതാദേവി ഭൂമിയുടെ പുത്രിയാണെന്നും പറയുന്നുണ്ട്. ഭൂമിദേവിയുടെ പുത്രിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. സീതാദേവിയെ ജനക മഹാരാജാവിന് ലഭിച്ച കഥ നമുക്കറിയാം. എങ്ങനെയാണ്? ജനക മഹാരാജാവ് നിലം ഉഴുതുന്ന സമയത്താണ് സീതാദേവിയെ ജനക മഹാരാജാവിന് ലഭിച്ചത്. അങ്ങനെ പിന്നീട് അദ്ദേഹം സ്വന്തം മകളായിട്ട് തന്നെ സീതാദേവി വളർത്തുന്നു. പിന്നീട് അതുപോലെ തന്നെ സീതാദേവി ജനിച്ച സ്ഥലം മിഥിലയാണ്. മിഥില എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയുമോ? മിഥില എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാൾ, ഇന്നത്തെ മിഥില എന്ന് പറഞ്ഞാൽ മിഥില സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. അതുപോലെ തന്നെ സീതാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സീതാദേവി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ രാമന് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ നിർദ്ദേശപ്രകാരം വനവാസം വിളിച്ച സമയത്ത് സീതാദേവിക്ക് വേണമെങ്കിൽ അയോധ്യയിൽ താമസിക്കാമായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ പിതാവിനോടൊത്ത് പിതാവിൻ്റെ രാജ്യത്ത് പോയി അല്ലെങ്കിൽ തൻ്റെ സ്വന്തം രാജ്യത്ത് പോയി കഴിയാമായിരുന്നു. പക്ഷേ സീതാദേവി അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. തൻ്റെ പതി എവിടെയാണോ തൻ്റെ പതിയോടൊപ്പം ജീവിക്കണം എന്ന് മാത്രമായിരുന്നു ചിന്തിച്ചത്? സീതാദേവി ചിന്തിച്ചത്. അതുപോലെ സീതാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സീതാദേവി രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. രാവണനെ പോലും രക്ഷിക്കുവാൻ സീതാദേവി പലതവണ ശ്രമിക്കുന്നുണ്ട്. സീതാദേവി രാവണനോട് പറയുന്നുണ്ട്, അല്ലയോ രാവണ, നീ എന്നെ ശ്രീരാമനെ തിരിച്ചേൽപ്പിച്ച് മാപ്പപേക്ഷിച്ചാൽ അദ്ദേഹം നിനക്ക് പ്രാണൻ ഭിക്ഷയായി നൽകും എന്ന് പലതവണ സീതാദേവി രാവണനോട് പറയുന്നുണ്ട്. പക്ഷേ രാവണൻ്റെ അഹങ്കാരം ഒന്നും കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ സീതാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സീതാദേവി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും അതുപോലെ തന്നെ പാതിവൃത്യത്തിൻ്റെയും ഒക്കെ മകുടോദാഹരണമായ ഒരു സ്ത്രീരത്നമാണ്. അങ്ങനെയാണ് രാമായണം നമ്മെ കാണിച്ചു തരുന്നത്.